നീ വാ, നിശ്ചയിച്ച് നോക്കിയിട്ട് വരാം. എത്ര സമയം കൊണ്ട് അവിടെ ചെന്നിരിക്കും? വന്നില്ലേ ഇതുവരെ? ഇല്ലടി, ഇനി വഴി കാണാൻ തെറ്റിപ്പോയോ? നീ ലൊക്കേഷൻ ഇട്ട് കൊടുത്തില്ലയോ? ഇട്ട് കൊടുത്തു. ഞാൻ വിളിച്ചിട്ട് എടുക്കുന്നില്ല. ഒന്നുകൂടി വിളിച്ചു നോക്കാം. എത്ര സമയം? ഹലോ ചേച്ചി, എത്തിയില്ലേ ചേച്ചി? എന്തോ പറ്റി? വഴി തെറ്റിപ്പോയാ? ആ പറയേച്ചി. കുരിപ്പുഴ ചേച്ചി? അത് എന്റെ വീടും കഴിഞ്ഞ് ഒരുപാട് ദൂരെ. ഏത് ഫ്രണ്ട്? ഏതാന്ന് പറയേച്ചി? ചേച്ചി എന്റെ വീട്ടിൽ വരുന്നെന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ട് നിങ്ങളിത് എവിടൊക്കെ കറങ്ങി നടക്കുന്ന ചേച്ചി? ചേച്ചി എന്തോ കാണിക്കുന്ന? പ്രശാന്തേട്ടൻ്റെ കൂടെ എന്തോ പറയുവനെ? ചേച്ചി ഇങ്ങോട്ട് വരുന്നില്ലേ? നീ കട്ട് ചെയ്തടേ. ഒന്നുകൂടി വിളിക്കാം. ഏതാ ഗിരി? എന്നോടാണോ ചോദിക്കുന്നത്? അവരോട് പോയി ചോദിക്ക്. കട്ട് ചെയ്തോളെ എടുക്കുന്നില്ല. ഇവരെന്തൊരു സംഭവം കാണിക്കുന്നേ? എന്തോ ഇന്ന് എനിക്കറിഞ്ഞൂടാ. ഏതാ ഗിരി? ചേച്ചി ഇത് എന്തോ കാണിക്കുന്നത്? ശരിക്കും എന്തോ ഇവിടെ? നീ ആ പ്രശാന്തേട്ടനെ ഒന്ന് വിളിച്ചിട്ട് പറയടി. കഷ്ടമുണ്ടടി. നിനക്കെന്ത് ഭ്രാന്ത? ഞാനെന്തോ പറയാനാ? അവരെന്റെ വീട്ടിൽ നിന്നും പറഞ്ഞല്ലേ ഇറങ്ങിയത്? അവരെന്തോ കാണിക്കുന്നു? ഇവർക്കെന്ത് പട്ടാണോ? ഒന്ന് വിളിച്ചു പറയടി. എനിക്ക് വയ്യ, നീ വിളിച്ചു പറ. എല്ലാം കൂടി ഇനിയിപ്പോ നമ്മളെ തല വരത്തേ ഉള്ളൂ. ഒരു കാര്യം ചെയ്യാം, വിളിച്ചു പറയാൻ എനിക്ക് വയ്യ. എടാ കിച്ചൂസേ, നമുക്കൊരു വീഡിയോ അങ്ങ് എടുത്തിട്ടാലോ? നീ പറയുന്നു. ഞാൻ പറയാതെ. അതെ, അതെ പ്രശാന്തേട്ടാ, വേറൊന്നും തോന്നരുത്. ജിഷ ചേച്ചി എൻ്റെ വീട്ടിൽ വരുന്നെന്ന് പറഞ്ഞ് ചേട്ടൻ്റെ അനുവാദമൊക്കെ വാങ്ങിച്ച് ഇറങ്ങിയത്. പക്ഷെ ഞാൻ ഇപ്പോൾ വിളിച്ചപ്പം പറയുന്ന ഏതോ ഗിരിയുടെ കൂടെ പോയെന്ന്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയത്തില്ലേ ഗിരി ആരാന്ന്? നിനക്കറിയാവോ? എനിക്കും അറിയത്തില്ല ഗിരി ഏതാന്നുള്ളത്. ജിഷ ചേച്ചി രാവിലെ 10:30 എങ്ങാണ്ട് അവിടുന്ന് പരശുരാമിൽ കയറി 6 മണിയാകുമ്പോഴത്തേക്ക് അത് കൊല്ലത്ത് വന്ന് ഇറങ്ങിയപ്പോൾ ജിഷ ചേച്ചി ഞങ്ങളെ വിളിച്ചായിരുന്നു. പിന്നെ വിളിച്ചപ്പോൾ ഇപ്പം ഞങ്ങൾ വിളിച്ചപ്പോൾ പറയാം ഏതോ ഗിരിയുടെ കൂടെ പോയെന്നോ കുരിപ്പുഴ പോയെന്നൊക്കെ. സത്യമായിട്ട് ഞങ്ങൾക്ക് അറിയത്തില്ല പുള്ളിക്കാരി എവിടെ പോയെന്നുള്ളത്. ചേട്ടാ, സമയം ഒരുപാട് ലേറ്റ് ആവും. ഇപ്പം തന്നെ ഇരുട്ടാവാറായി. ചേട്ടനൊരു കാര്യം ചെയ്യും. പറ്റുമെങ്കിൽ ചേട്ടൻ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ കാണാൻ പോയി മാനേഴ്സിങ്ങിന് കേസ് കൊടുക്കുക എന്താ വെച്ചാൽ ചെയ്തോ. അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഒരു ബെറ്റർ ഓപ്ഷൻ ഉള്ളത് ഞങ്ങൾക്കൊരു അഭിപ്രായം അതാണ്. ചേട്ടൻ വേണ്ടെങ്കിൽ ഉൾക്കൊള്ളാം. ചേട്ടന് ഒന്നും തോന്നരുത്. ചേട്ടന് വേറൊരു കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തോ. നല്ലത്. അല്ല ചേട്ടാ, ഈ ഒരു അവസ്ഥയിൽ ഞാൻ കല്യാണക്കാര്യം പറഞ്ഞത് ശരിയാണോ അല്ലയോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ജിഷ ചേച്ചിയുടെ അടുത്ത് പ്രത്യേകിച്ച് വൈരാഗ്യമൊന്നുമില്ല. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും ഒരുപാട് ദിവസം അവിടെ പാലക്കാട് നിങ്ങളുടെ വീട്ടിൽ വന്ന് നിന്നല്ലോ. എല്ലാ ദിവസവും സാമ്പാറും പപ്പടവും കൂട്ടി ഞങ്ങൾക്ക് മടുത്ത് ചേട്ടാ. അപ്പൊ വർഷങ്ങളായിട്ട് സഹിക്കുന്ന ചേട്ടൻ്റെ ഒക്കെ അവസ്ഥ എന്താ? ചേട്ടന്റെ അവസ്ഥ മാത്രമല്ല, നിങ്ങളുടെ 5 മക്കളുടെ അവസ്ഥ എന്തുമായിരിക്കും? അത് ഞങ്ങളിങ്ങനെ ആലോചിച്ച് നോക്കി. കണ്ണൻ അല്ലേ? കണ്ണൻ, കുട്ടൻ, അപ്പു, ഉണ്ണിമോള്, ചിന്നു. നിങ്ങൾ എത്രയോ വർഷങ്ങൾ കൊണ്ട് ഇത് തന്നെ ഇങ്ങനെ കഴിച്ചപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു മടുപ്പ് തോന്നത്തില്ലേ? സത്യം പറയാലോ, ഒരു കണക്കിന് ചേച്ചി പോയത് നന്നായെന്ന് ഞാൻ പറയത്തോളൂ. നമുക്കൊരു വെറൈറ്റി ഫുഡെങ്കിലും വല്ലപ്പോഴും മാറ്റി കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങൾ ഇത്രയൊക്കെ വളഞ്ഞു ചുറ്റി പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പറയാൻ അവരോട് കാര്യം. നിങ്ങൾക്ക് ഇപ്പം പോലീസ് സ്റ്റേഷനിലെങ്ങാനും മാനേഴ്സിങ്ങിന് കേസ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. പിന്നെ നമ്മുടെ പേര് പറയരുത്. ഞങ്ങളിതിൽ ഒരു ഉത്തരവാദിയല്ല. അത് നമുക്കൊന്നും അറിയത്തില്ല. നിങ്ങളുടെ മക്കളുടെ അറിവിലേക്കായിട്ട് പറയുക. ഞങ്ങൾ പറയാൻ വന്ന നിങ്ങളുടെ അമ്മ ആരുടെ കൂടെ നല്ല ഏതോ ഗിരി എന്നാ പറഞ്ഞു. ഞങ്ങൾക്ക് അറിയത്തില്ല ശരിക്കും ഗിരി ആരാണെന്നുള്ളത്. ഗിരി ഏതോ സ്ഥലം പറഞ്ഞേ? കുരിപ്പുഴ ഏതൊരു ഗിരി എന്നാ പറഞ്ഞത്. കാരണം ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞ് വന്നിട്ട് നമ്മളിപ്പം പെട്ടെന്ന് അറിയുന്നില്ലല്ലോ ജിഷ ചേച്ചി ഇങ്ങനെ കാണിക്കുമെന്നൊന്നും. ജിഷ ചേച്ചി കണ്ടാ ഇങ്ങനെയൊക്കെ പറയൂ അല്ലേ? നിങ്ങൾ വിചാരിക്കും ചേച്ചി പോയിട്ട് ഞങ്ങൾക്ക് ഒരു വിഷമവും ഇല്ല, ഇങ്ങനെ വന്ന് വീഡിയോ എടുക്കുന്നല്ലോ എന്ന്. പക്ഷെ ഫോൺ വിളിച്ച് പറയാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് ഇപ്പൊ ഞങ്ങൾ വീഡിയോ എടുക്കുന്നത്. ഞങ്ങൾക്ക് വിഷമം ഇല്ലാഞ്ഞിട്ടല്ല, പിന്നെ എല്ലാവർക്കും അവനവൻ്റെതായിട്ടുള്ള ഇഷ്ടങ്ങളും കാര്യങ്ങളും ഒക്കെ ഇല്ലേ. പിന്നെ നമ്മൾ എന്ത് പറ്റി പറയുന്നത്? അതുകൊണ്ട് നമ്മളെല്ലാവരും ശരിക്കും നിങ്ങൾക്ക് വിഷമാണോ സങ്കടമാണോ ഇത് കേൾക്കുമ്പോൾ ഞങ്ങൾ അറിഞ്ഞൂടാ. എന്തായാലും എല്ലാവരും പ്രാർത്ഥിക്കാം നമുക്ക്, അത്രേ ഉള്ളൂ. ഞങ്ങളും
പ്രാർത്ഥിക്കാം.